നിങ്ങളെ നഷ്ടമാകുന്നതിൽ നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാൻ കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുന്നതിൽ എന്തോ തടസ്സമുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അടുത്ത നെക്സ്റ്റ് പോസിബിലിറ്റി എന്താണ്? നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി എന്താണ് എന്നവര് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം, അതായത് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങൾ എപ്പോഴും ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെഫിനിറ്റ്ലി അവർക്ക് നിങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് മറ്റൊന്നുകൊണ്ടും നികത്തപ്പെടാൻ കഴിയില്ല എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്തൊരു ലൈഫ് അവർക്കൊരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അവർക്ക് ഒരു കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവരുടെ ലൈഫിൽ ഒത്തിരി അധികം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നൊരു ടൈമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ കൂടി നഷ്ടമായപ്പോൾ അവർക്ക് ആകെ കൂടി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. ഓക്കെ. യെസ്, അവർക്ക് ശക്തമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിനൊരു സേഫ്റ്റി ഇല്ലാത്ത ഒരു ഫീൽ അവർക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങളെപ്പോഴും എന്ത് കാര്യങ്ങൾക്കും നിങ്ങളുടെ ഒരു ഉപദേശം ചിലപ്പോൾ അവർക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നിരിക്കണം. നിങ്ങൾ നല്ലൊരു അഡ്വൈസർ ആയിരുന്നിരിക്കണം ആ വ്യക്തിക്ക്. എന്ത് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നപ്പോൾ കിട്ടിയിരുന്ന ആ ഒരു സന്തോഷം ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇല്ലാതെ ആയപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ലോസ് ഫീലിംഗ് ഉണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം അത്രമാത്രം അവരിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ഫാമിലി ആണുള്ളത്. നിങ്ങളെ മാരേജ് ചെയ്യണം, അതിൽ കുട്ടികളാകണം, അങ്ങനെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ലൈഫിൽ ഇപ്പോൾ ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട് അവരൊരുപാട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ എപ്പോഴും തിരികെ കൊണ്ടുവരണം എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ. അവർ ഫൈറ്റ് ചെയ്യുകയാണ് ഈ റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒന്ന് എന്താണ് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടും അവർ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, പക്ഷെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് വാർണിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് രണ്ടുപേർക്കും ചിലപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. മേ ബി നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് അല്ലായിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് മാരേജിന് ശേഷം ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. പക്ഷെ അത്തരം ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്നും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാനേ കഴിയുള്ളൂ എന്ന് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് മുന്നോട്ടുള്ള ലൈഫ് കുറച്ചു പേർക്കൊരു എന്താണ് ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലംസ് ലൈഫിൽ ക്രിയേറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഓക്കെ. കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി അതൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഫിനാൻഷ്യലിലുള്ള സ്ട്രഗിൾ ആയിരിക്കാം. ഓക്കെ. ആ വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ ഉള്ള പ്രോബ്ലംസിനെ അവർക്ക് ഒഴിവാക്കാനും കഴിയുന്നില്ല. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും
അതുകൊണ്ട് തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. അവരുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ ഇതുവരെയും കഴിയുന്നില്ല. മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിലാണുള്ളത്. പക്ഷെ അവർക്കിപ്പോൾ റിയാലിറ്റിയിൽ അവർക്ക് ഒരു കാര്യങ്ങളും ഒരു ആക്ഷനും എടുക്കാൻ കഴിയാത്ത അത്രയധികമുള്ളൊരു ടൈഡ് ഓഫ് സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. യെസ്, അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം ഒരു സങ്കടത്തോടു കൂടിയാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. കാരണം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങൾ അവരിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്തുകൊണ്ടോ നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നത്. അത്രയധികം അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകൾ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ. ഓക്കെ, ഓൾവേസ് യു ആർ ഇൻ മൈ ഹാർട്ട്. ഓക്കെ, എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിങ്ങളാണ്. ഓക്കെ, ആൻഡ് ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. ഐ സ്റ്റാർട്ടഡ് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ് മീ. മേ ബി നിങ്ങളായിട്ട് ആ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വിൽ യു വെയിറ്റ് ഫോർ മീ. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമോ? I hesitate to express my feelings. Please forgive me and come back. Okay. അവർക്കിപ്പോൾ അവരെന്താണ് ഫീൽ ചെയ്യുന്നത് എന്നവർക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും അവരോട് നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളെ അവരെ ലൈഫിലേക്ക് തിരികെ വരണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. Finally, I'm trying to oppose my obstacles in my life. Yes. ഇതാണ് നമ്മൾ നേരത്തെ റീഡിങ്ങിലൂടെ പറഞ്ഞ കാര്യം. അവരുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം അവർ ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ടോക്ക്. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടാവാം. സംസാരത്തിനിടയിലുണ്ടായ ഒരു കോൺഫ്ലിക്ട്സ് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, ക്രേസ് ഓൺ വെഹിക്കിൾസ്. വാഹനങ്ങളോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെഹിക്കിളിനോട് ക്രേസ് ഉള്ള വ്യക്തിയായിരിക്കാം. 25, ലെറ്റർ ജി, ലെറ്റർ ഡി, 12. ഈ ഡേറ്റിനും ഈ നമ്പേഴ്സിനും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ഷൻ കാണും.